അപ്പോൾ ഫിസിക്കലിയും ചെയ്യാറുണ്ട്. അതായത് തലയിലടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉറച്ചു നോക്കുക. ഇനിയിപ്പോ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉറയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അല്ല, ബോയ്സിന് ചെയ്യുക. പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക. പിന്നെ ഒരു കംപ്ലൈന്റ് പോയ ശേഷം ഗേൾസ് ആണ് കംപ്ലൈന്റ് കൊടുത്തത് ഫിസിക്കൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പൊ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടിപ്പിക്കുന്നില്ല. എന്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുക, ഷൂട്ടിൽ അടിപ്പിക്കുക, കയ്യില് തലയില്. റാം സാർ പിന്നെ ഇവിടെ ഒരു സിക് റൂം ഉണ്ട്. അവിടെ ഫിസിക്കലി ഫിറ്റായ ആൾക്കാരെ പോലും ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ അത് അവിടെ താമസിക്കുന്ന കുടുംബം ആരംഭിച്ചിട്ടുണ്ട്. അത് ശരിയാണ്? അങ്ങനെ അത് ബോയ്സ് ഹോസ്റ്റലിലെ കാര്യമാണ്. അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. അതിപ്പോ റാം സാറിനെ പറ്റിയിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫ്സിനൊന്നും, പുള്ളി സീനിയർ സ്റ്റാഫാണ്, HOD ആണ്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജൂനിയർ സ്റ്റാഫിനൊന്നും സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അവര് സംസാരിക്കില്ല. അപ്പൊ സാർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് എതിർത്ത് പറയും? മാമിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ ഒരു കുട്ടികളും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗ്രാജുവേഷൻ ഡേക്ക് പോലും എല്ലാ കുട്ടികളും സംഗീത മാമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മാം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ യൂഷ്വലി അത് ഉള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇത്ര ഒരു സാറ് സംസാരിക്കുമ്പോൾ എങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? അപ്പൊ മാം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. മാമിനെ പറ്റി അധികം കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് നമുക്കൊരു ഒരു കൊടുത്ത കംപ്ലൈന്റുകൾ നടപ്പാക്കുന്നിടം വരെ നമ്മൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രതിഷേധം നമ്മൾ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. നിലവിലൊരു കുട്ടി മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. നിങ്ങൾക്കുള്ള കംപ്ലൈന്റ് നിങ്ങൾ പോലീസിന് കൈമാറും. നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട് ഈ അധ്യാപകനെതിരെ. നിങ്ങൾ നടപടിയുമായിട്ട് പോലീസിനെ ബന്ധപ്പെടും. അതായത് റാം സാറിനെതിരെ ഇപ്പൊ ഈ കേസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനും പ്രിൻസിപ്പളിനും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം മേ ബി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു സെൻസേഷൻ കേസ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ കോളേജ് മാനേജ്മെന്റോടും തീരുമാനിച്ചിട്ട് മാത്രമേ. തീർച്ചയായും ഉണ്ടാവാം. ഫെയിലിയർ സ്റ്റുഡൻസ് ആണ് ഇതിനെതിരെ. എന്ത് വന്നാലും ഇപ്പൊ ഇനിയെങ്കിലും പ്രതികരിക്കാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എത്ര എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഈ കുട്ടിക്കെതിരെ കുറച്ച് അലിഗേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വ്യക്തത വരാത്തത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ പ്രതികരിക്കാതിരുന്നത്. ഇനി ഇപ്പൊ പക്ഷെ എന്ത് കാര്യം കൊണ്ടാവട്ടെ അതൊക്കെ കോളേജാണ് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ അവരന്വേഷിച്ചിട്ട് അതിന്റെ സത്യസന്ധത എന്തുകൊണ്ടാണെന്നുള്ളത് അവരന്വേഷിക്കട്ടെ. പക്ഷെ ഈ റാഗിങ്ങും കാര്യങ്ങളും ഉള്ളതാണ്. അതിനെപ്പറ്റി ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ പ്രതികരിക്കാനാണ്? സംഗീത മാമിന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര